ഹായ് ഫ്രണ്ട്സ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ LDC അതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന മുൻവർഷ ചോദ്യപേപ്പർ LDC 2014 കോട്ടയം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. LDC 2014 കോട്ടയം ജില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5 ഗ്രാം മോളിക്കുലർ മാസ് ജലത്തിൻ്റെ മാസ് എത്ര ഗ്രാം ആയിരിക്കും? 90 ഗ്രാം. 90 ഗ്രാം ആയിരിക്കും 5 ഗ്രാം മോളിക്കുലർ മാസ് ജലത്തിൻ്റെ മാസ്. ഒരു തന്മാത്രയുടെ ആപേക്ഷിക മാസാണ് അതിൻ്റെ മോളിക്കുലർ മാസ് എന്നറിയപ്പെടുന്നത്. ഒരു തന്മാത്രയുടെ ആപേക്ഷിക മാസാണ് അതിൻ്റെ മോളിക്കുലർ മാസ് എന്നതിൽ അറിയപ്പെടുന്നത്. തന്മാത്രയിലെ എല്ലാ ആറ്റങ്ങളുടെയും ആപേക്ഷിക ആറ്റോമിക മാസിൻ്റെ ആകെത്തുകയായിരിക്കും മോളിക്കുലർ മാസ്. തന്മാത്രയിലെ എല്ലാ ആറ്റങ്ങളുടെയും ആപേക്ഷിക ആറ്റോമിക മാസിൻ്റെ ആകെത്തുകയായിരിക്കും മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത്? AB. AB ഗ്രൂപ്പിനാണ് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാനാവുക. കാൾ ആൻഡ് സ്റ്റെയിനറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. കാൾ ആൻഡ് സ്റ്റെയിനറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത്. RH ഫാക്ടർ കണ്ടെത്തിയതും കാൾ ആൻഡ് സ്റ്റെയിനറാണ്. കാൾ ആൻഡ് സ്റ്റെയിനറാണ് RH ഫാക്ടറും രക്തഗ്രൂപ്പുകളും കണ്ടെത്തിയത്. രക്തത്തിലടങ്ങിയ ആൻറ്റിജനുകളുടെ അടിസ്ഥാനത്തിലാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. രക്തത്തിലടങ്ങിയ ആൻറ്റിജനുകളുടെ അടിസ്ഥാനത്തിലാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. സാർവിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് അഥവാ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. അതായത് എല്ലാവർക്കും കൊടുക്കാവുന്ന ഒരു രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയൻ എന്നറിയപ്പെടുന്ന AB ഗ്രൂപ്പാണ്. ഏതുതരം രക്തഗ്രൂപ്പും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പാണ് AB ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് AB ഗ്രൂപ്പാണ്. AB ഗ്രൂപ്പാണ് ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ലോകത്ത് ഏറ്റവും കുറച്ച് ആളുകൾക്കുള്ള രക്തഗ്രൂപ്പാണ് AB നെഗറ്റീവ്. AB നെഗറ്റീവ്. വളരെ കുറച്ചു പേരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പ് ബോംബെ ഗ്രൂപ്പാണ്. A രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Bയുമായിരിക്കും. അതായത് A രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ ആൻറ്റിജൻ A ആയിരിക്കും, ആൻറ്റിബോഡി B ആയിരിക്കും. അതുപോലെ B ഗ്രൂപ്പ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയുമായിരിക്കും. ആൻറ്റിബോഡി അത് വിപരീതമായിരിക്കും, ആൻറ്റിജൻ അത് സെയിം ആയിരിക്കും. ലോക കാഴ്ച ദിനം എന്നാണ്? ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക കാഴ്ച ദിനം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ലോക എയ്ഡ്സ് ദിനം. ആത്മാവിലേക്കുള്ള ജാലകം, മനസ്സിന്റെ വാതായനം എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ണാണ്. കണ്ണിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഓഫ്താൽമോളജിയാണ്. ഇവയിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൻ. യുറാസിനാണ് ഈ തന്നിരിക്കുന്നതിൽ DNA കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ഒരു ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകമാണ് DNA അഥവാ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകം ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകൾ. DNAയുടെ ആകൃതി ചുറ്റുഗോവണിയുടെ ആകൃതിയാണ്. ചുറ്റുഗോവണി. ഈ ആകൃതി നിർദ്ദേശിച്ചത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് DNAക്ക് ചുറ്റുഗോവണിയുടെ മാതൃക നിർദ്ദേശിച്ചത്. ന്യൂക്ലിയോടൈഡിലുള്ള രാസപദാർത്ഥങ്ങൾ ഡിയോക്സി റൈബോസും പഞ്ചസാരയും ഫോസ്ഫേറ്റ് തന്മാത്രകളും നൈട്രജൻ ബേസുകളുമാണ്. ഡിയോക്സി റൈബോസും പഞ്ചസാരയും ഫോസ്ഫേറ്റും തന്മാത്രകളും നൈട്രജൻ ബേസും. DNAയിലെ നൈട്രജൻ ബേസുകൾ 4 തരമാണ്: അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. DNA പ്രവർത്തന ഘടകങ്ങളാണ് ജീനുകൾ എന്നറിയപ്പെടുന്നത്. RNAയിൽ യുറാസിൻ എന്ന നൈട്രജൻ ബേസാണ് ഉള്ളത്. RNAയിലാണ് യുറാസിൻ അടങ്ങിയിരിക്കുന്നത്.
ഒരു ജീവിയുടെ ജനിതഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതികവിദ്യ ഏതാണ്? ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാൽ ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യയാണ്. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ മെൻഡലാണ്. ഗ്രിഗർ മെൻഡൽ. ജനിതകശാസ്ത്രത്തിന് ജനറ്റിക്സ് എന്ന് പേരിട്ട ശാസ്ത്രജ്ഞൻ ബേറ്റ്സൺ ആണ്. ബേറ്റ്സൺ. ജീനുകളുടെ സ്ഥാനവും എണ്ണവും ധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതാണ് ജീനോം മാപ്പിംഗ്. ജീനോം മാപ്പിംഗ് എന്നാൽ ജീനുകളുടെ സ്ഥാനവും എണ്ണവും ധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതാണ്. ജീനുകളിൽ അധിഷ്ഠിതമായ ചികിത്സയാണ് ജീൻ തെറാപ്പി. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചതെന്ന്? AD 1600. AD 1600 ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ചത്. ലണ്ടൻ കമ്പനി, ജോൺ കമ്പനി എന്നതൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അപരനാമങ്ങളാണ്. ലണ്ടൻ കമ്പനി, ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ചക്രവർത്തി അക്ബറായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം 1602 1602. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1664 1664. കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ട്ര വിളംബരം നടത്തിയ ഭരണാധികാരി. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവ കുണ്ട്ര വിളംബരം നടത്തിയ വർഷം 1809 ജനുവരി 11. 1809 ജനുവരി 11. കുണ്ട്ര വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധാനം ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കൊല്ലം ജില്ലയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. ബാലരാമവർമ്മയുടെ ദിവാൻ. അദ്ദേഹം കന്യാകുമാരി ജില്ലയിലെ തലക്കുളത്താണ് ജനിച്ചത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി പണിതതും തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും തിരുവിതാംകൂറിലെ ആദ്യ രാഷ്ട്രീയ സമരം നയിച്ചതും വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി പണിതതും തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും തിരുവിതാംകൂറിലെ ആദ്യ രാഷ്ട്രീയ സമരം നയിച്ചതും വേലുത്തമ്പി ദളവയാണ്. 1809 ഏപ്രിൽ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ സ്മാരകം മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദളവയായത് ഉമ്മിണിത്തമ്പിയാണ്. ഉമ്മിണിത്തമ്പി. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരെ? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനമാണ് ആത്മീയ സഭ. ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 1828. ഇന്ത്യൻ ഭാഷയിലെ ആദ്യ പത്രമായ സംവാദ് കൗമുദി പുറത്തിറക്കിയത് രാജാറാം മോഹൻ റോയാണ്. ബ്രഹ്മസമാജത്തിന്റെ പ്രചരണാർത്ഥം തുടങ്ങിയ വാരികയാണ് തത്വകൗമുദി. തത്വകൗമുദി. ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം എന്നിങ്ങനെ രണ്ടായി പിളർന്നത് 1866. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ് ടാഗോറാണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവേന്ദ്ര സെന്നാണ്. കേശവേന്ദ്ര സെൻ. ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ് ആരെ? പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് ബ്രിട്ടീഷുകാരുടെ ഏറ്റുമുട്ടി 1805 മരണം വരിച്ച കോട്ടയം രാജാവ്. കേരളസിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 1997 ഇടയ്ക്കാണ്. 1793 മുതൽ 1797 വരെ. പഴശ്ശി കലാപം അടിച്ചമർത്തിയത് തോമസ് ഹാർവേ ബാബറാണ്. തോമസ് ഹാർവേ ബാബർ. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30. 1805 നവംബർ 30. പഴശ്ശി ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി ഡാം കണ്ണൂരാണ്. മണ്ണാപ്പേടി, പുലപ്പേടി എന്നീ അനാചാരങ്ങൾ നിർത്തലാക്കിയത് കോട്ടയം കേരളവർമ്മയാണ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതി എന്നാണ്. കർണാവതി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമം ഫീനിക്സ് ആണ്. ഫീനിക്സ്. ഗാന്ധിജി ജനിച്ച സ്ഥലമാണ് പോർബന്ദർ. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ്.